ഹലോ. അപ്പം ഞാനിവിടെ ഇന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു റമദാൻ പ്രിപ്പറേഷൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ എറണാകുളത്ത് അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കുകയാണ്. അതായത് ഓഫീസിലേക്ക് ഞാനിവിടെയാണ് താമസിക്കുന്നത്. അപ്പം സാധാരണ എനിക്ക് 3 ദിവസമാണ്. അപ്പം 3 ദിവസം ഞാനിവിടെ സ്റ്റേ ചെയ്യും. പിന്നെ 3 ദിവസമാണ് വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം ഓഫീസും ആയിട്ടാണ്. അപ്പം ഹൈബ്രിഡാണ് ഓപ്ഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 ദിവസം ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കും. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. അപ്പം ഇപ്പം റമദാൻ ആയതുകൊണ്ട് ഈ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കാം, ഒരു 2 ആഴ്ചയൊക്കെ നിൽക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇവിടെ നിൽക്കുകയാണ്. എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ചെറിയ രീതിയിലൊരു പ്രിപ്പറേഷനാണ് ഞാനിപ്പോൾ റമദാനിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ മുന്തിരി ഞാൻ ജ്യൂസ് അടിച്ച് ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു. പിന്നെ അപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം ഓഫീസിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മുന്തിരി, അതുപോലെ പത്തിരി, അതുപോലെ തന്നെ ചിക്കൻ കറി ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പത്തിരി ഇല്ലാത്തൊരു റമദാനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് റമദാനിലെ നോമ്പ് തുറക്കുമ്പോൾ എപ്പോഴും പത്തിരി മസ്റ്റാണ്. ഇനി പത്തിരി ഇല്ലെങ്കിൽ തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാണ് നോമ്പ് തുറക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. അതുപോലെ കുറച്ച് നാരങ്ങ വെള്ളം ഞാൻ അത് അന്നത്തേക്ക് കുടിക്കാൻ വേണ്ടി ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് അതും സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ ഒരു ഭാഗത്ത് ഞാൻ ചിക്കൻ പൊരിക്കുന്നുണ്ട്, അതുപോലെ ചിക്കൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി സെറ്റ് ചെയ്താണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ.